മമ്മി പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോഴാണെന്നറിയില്ലല്ലോ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നത്. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ട്. പിന്നെ ആകെയുള്ളൊരു സമാധാനം, പപ്പ നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിൽപ്പുണ്ട്. പപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പപ്പ അത്രയ്ക്ക് ഇമോഷണലി സ്ട്രോങ് ഒന്നുമല്ല കേട്ടോ. കൊച്ചു വരുവാന്ന് പറഞ്ഞ് പപ്പയുടെ പ്രഗ്നൻസി റിപ്പോർട്ട് ഒന്ന് കാണിച്ചപ്പോൾ പപ്പ കരച്ചിലൊന്ന് കാണണമായിരുന്നു. കൊച്ചു വരുന്ന കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ അത് 25th പപ്പയുടെ ബർത്ത്ഡേക്ക് നമുക്ക് സർപ്രൈസ് ആയിട്ട് പപ്പയോട് പറയാമെന്ന് ഓർത്തിരുന്നു. പക്ഷെ മമ്മിയുടെ കാര്യം അറിയാമല്ലോ, മമ്മിക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അന്നേരം 10 ദിവസം മുമ്പ് തന്നെ മമ്മി സർപ്രൈസ് പപ്പയുടെ മുമ്പിൽ ഓപ്പൺ ചെയ്തു കേട്ടോ. ഡേറ്റ് എടുക്കുന്നതനുസരിച്ച് മമ്മിക്ക് ഇപ്പോഴും നടുവേദനയും കാലുവേദനയും കേട്ടോ. ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കുകയോ നടക്കുകയോ ചെയ്യുവാണെങ്കിൽ പിന്നെ അങ്ങ് ഭയങ്കര കാലുവേദനയാണ്. പിന്നെ മമ്മിക്ക് മാത്രമല്ല കേട്ടോ, ഈ എല്ലാ അമ്മമാർക്കും ഈ പ്രഗ്നൻസി ടൈമിലുള്ളതായി കാലുവേദനയും നടുവേദനയും. പിന്നെ ഒരു ആശ്വാസമുണ്ട്, എല്ലാ ദിവസവും പപ്പ വന്നിട്ട് കാല് തിരുമ്മി തരും. മമ്മി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ വീട്ടിൽ പറഞ്ഞു. അന്നേരം സിസ്ലി അമ്മച്ചി ആണെങ്കിൽ കേട്ട പാടെ ഭയങ്കര കരച്ചിലോട് കരച്ചില്ല. പിന്നെ അപ്പച്ചനുണ്ടായിരുന്നു, അപ്പച്ചന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അതേപടി നമ്മൾ മരിയാമ്മച്ചിയോട് പറഞ്ഞപ്പം അമ്മച്ചിക്ക് നല്ല സന്തോഷമായി. എല്ലാ ദിവസവും രാവിലെ കൊച്ചു എണീറ്റോന്നറിയാൻ വേണ്ടിയിട്ട് മമ്മിയുടെ ടമ്മിയിൽ വന്നിട്ട് തലോടി തരാറില്ലേ, അതാണ് പൊന്നു. ബേബി വരുന്നുണ്ടെന്ന് പറഞ്ഞ അന്ന് തൊട്ട് പൊന്നു എല്ലാ ദിവസവും വെയിറ്റിങ്ങാണ്. എന്നിട്ട് മമ്മിയുടെ വയറ് ഗ്രോ ചെയ്യുന്നുണ്ടോ, ബേബി എന്തു പറയുന്നു, ബേബി ഹൈഫൈ തരുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ടമ്മിയിൽ വന്നിട്ട് തലോടി തരാറുണ്ട്. പൊന്നുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒത്തിരി ഉണ്ട് പറയാൻ. പൊന്നിനോട് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം പറഞ്ഞില്ലേ ബേബി വരുന്നുണ്ടെന്ന്, അന്നേരം സത്യം പറഞ്ഞാൽ പൊന്നു വിശ്വസിച്ചില്ല. പൊന്നു ഓർത്തോണ്ടിരുന്നത് ചുമ്മാ തമാശ പറയുന്നതാ, ചുമ്മാ കളിക്കാൻ പറയുന്നതാ. ആരുടെയും ടമ്മി ബിഗ് ആണെങ്കിൽ അവിടെ ബേബി ഉണ്ടെന്ന് ചുമ്മാ കളിക്കാൻ പറയുന്നതാണെന്നാണ് പൊന്നു വിചാരിച്ചത്. അതുകൊണ്ടല്ലേ പൊന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പപ്പയുടെ ടമ്മിക്കകത്ത് 2 ബേബി ഉണ്ടെന്ന്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പൊന്നുവിന് മനസ്സിലായി, ശരിക്കും മമ്മീനെ എല്ലാവരും കെയർ ചെയ്യാൻ തുടങ്ങി. പപ്പയൊക്കെ നല്ലപോലെ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പൊന്നുവിന് മനസ്സിലായത് ശരിക്കും ബേബി ഉണ്ട്, ഒരാൾ കൂടെ വരുന്നുണ്ട്, പൊന്നുവിന് കളിക്കാനൊരു കൂട്ടുണ്ട്. ഇതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് പൊന്നു ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പിന്നെ മമ്മി എന്നൊക്കെ ഡ്യൂട്ടിക്ക് പോയാലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് അറിയുമ്പം പൊന്നു വന്നിട്ട് പറയുന്നത്, ഓ ബേബീനെ കൊണ്ടുവരാൻ പോവാണോ. ഇത് തന്നെയായിരുന്നു ആദ്യം തൊട്ട് ഇതുവരെ പൊന്നു എല്ലാ ദിവസവും ചോദിക്കുന്ന ഇതാ, ബേബിനെ കൊണ്ടുവരാൻ നമുക്ക്. അവൾക്കൊട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബേബി വരുന്നുവെന്ന് പൊന്നുവിന് മനസ്സിലായേ പിന്നെ പൊന്നു ഒത്തിരി മാറി കേട്ടോ. പൊന്നുവിന് ആദ്യം കുഞ്ഞു പിള്ളേരെ തൊട്ട് എല്ലാം നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊന്നു തന്നെ ചെയ്യാൻ തുടങ്ങി. ഇപ്പം വീടിൻ്റെ ക്ലീനിങ് ആണെങ്കിലും സാധനങ്ങൾ എടുത്തു വെക്കേണ്ടതാണെങ്കിലും ഇപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുമ്പം അവൾ ഒരിക്കലും എന്നോട് എടുക്കാൻ പറയത്തില്ല.
പൊന്നുവിനെല്ലാം മനസ്സിലായി. പൊന്നു പറയുന്നത് ഓക്കെ, ഇതെല്ലാം ചെയ്യുമ്പം ചിലപ്പം മമ്മിയുടെ വയറ്റിൽ ബേബി ഉണ്ടല്ലോ, ബേബിക്ക് ഹേർട്ടാവും, മമ്മിക്ക് ടമ്മി പെയിൻ ചെയ്യും, അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങി. കുഞ്ഞ് പരിചയപ്പെടാൻ വേറൊരാളുണ്ട് വീട്ടിൽ, അതാണ് ജോനു മാമൻ. ജോനു മാമനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒത്തിരി വെയിറ്റിംഗ് ആട്ടോ. കൊച്ചു വരാനും കൊച്ചിനൂടെ കളിക്കാനും കൊച്ചിനെ കെയർ ചെയ്യാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൊന്നുവിൻ്റെ സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പൊന്നുവിനെയും കൊണ്ട് എല്ലാ ദിവസവും മമ്മി സ്കാനിങ്ങിനൊക്കെ പോകുമ്പം മാമൻ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഇന്ന് ബേബി വരുമോ, ഇന്ന് ബേബി വരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇന്ന് പൊന്നു എന്തൊക്കെ ചോദിക്കുന്നോ അതൊക്കെ ഒരു 4-4.5 വർഷം മുമ്പ് മാമൻ ഇങ്ങനെ പൊന്നുവിൻ്റെ സമയത്തും ചോദിക്കുമായിരുന്നു. പിന്നെ വേറൊരു കാര്യം അറിയുമോ, ഒരു 10-24 വർഷം മുമ്പ് മമ്മിയുടെ മമ്മിയില്ലേ സിസ്ലി അമ്മച്ചി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും മമ്മി ഇങ്ങനെ അമ്മച്ചിയോട് ചോദിക്കുമായിരുന്നു, ബേബി എന്തിയേ, ബേബി എപ്പം വരും, ഇനി എത്ര ദിവസമുണ്ട്. അതേ സെയിം അത് മാമനെ കുറിച്ചായിരുന്നു. മാമൻ അന്നേരം ഉണ്ടായി കുഞ്ഞു ബേബി ആയിരുന്നു. മമ്മി മാമനെ മൊത്തം നോക്കിയത്. അതുപോലെ തന്നെ മാമനിപ്പം വലുതായി പൊന്നുനെ നോക്കി, അതുപോലെ തന്നെ ഇനി ബേബി വരുമ്പം ബേബിനെ നോക്കുമല്ലോ. അതൊക്കെ ഓർക്കുമ്പം ഒരു സൈക്കിളാണ് പോലെയാണ് തോന്നുന്നത്, ഒരു ലിങ്കായിട്ട്. ഇപ്പം കുഞ്ഞു കുട്ടികളുടെ എന്ത് കാര്യങ്ങൾ കണ്ടാലും മാമൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് നോക്കുമ്പം മമ്മിക്ക് മമ്മിയുടെ ചെറുപ്പം ഓർമ്മ വരുന്നത്. മമ്മിയുടെ ചെറുപ്പത്ത് അമ്മച്ചിക്ക് വയ്യാതിരുന്നപ്പോഴും പിന്നെ മാമൻ കുഞ്ഞായിരുന്നപ്പം മമ്മി എങ്ങനെയാണ് മാമനെ നോക്കിയത്, അതൊക്കെ മമ്മിക്ക് ഇപ്പോൾ ശരിക്കും ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ഇമോഷൻ തന്നെയാണ്. അത് സത്യം പറഞ്ഞാൽ മമ്മിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മാമ വീട്ടിലുള്ളത് വലിയൊരു ആശ്വാസം കേട്ടോ മമ്മിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്നും പറയാതെ തന്നെ മാമയ്ക്ക് എല്ലാം മനസ്സിലാവും. മാമ നല്ല സപ്പോർട്ടിങ് ആണ്. മാമ സത്യം പറഞ്ഞാൽ വീട്ടിലില്ലായിരുന്നെങ്കിൽ മമ്മിയും പപ്പയും ശരിക്കും പെട്ടുപോയേനെ. കാരണം അത്യാവശ്യത്തിന് ഒരാളെ വിളിക്കാനോ നമ്മുടെ കൂട്ടത്തിലോ ഒരു സഹായത്തിനോ ഒന്ന് സംസാരിക്കാനോ ഒന്ന് ഇമോഷണൽ ആയാൽ തന്നെ സംസാരിക്കാൻ പോലും നമുക്കിവിടെ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ജോനു ഉള്ളത് ശരിക്കും ഒരു ആശ്വാസമാണ്. പിന്നെ മമ്മിക്ക് ഇവിടെ ആരും ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഒത്തിരി പേരുണ്ട്. ഇപ്പം പരിചയപ്പെട്ടിട്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ എന്നാണെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലിനേക്കാളും നല്ലതുപോലെ വിശ്വസിക്കാനും കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനും നമുക്കിവിടെ ആൾക്കാരുണ്ട്. നമ്മുടെ ചെറിയൊരു കുടുംബം, അതാണ് നമ്മുടെ കൊഹോട്ട് 8 എന്ന് പറയുന്നത്. അവിടെ തുടങ്ങിയത് ചെറിയ ആൾക്കാരാണെങ്കിലും ഇപ്പം എല്ലാവരും ഫാമിലിയൊക്കെ വളർന്ന് ഇപ്പം ആ കുടുംബവും വളർന്നതുപോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യുമോ ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, അന്നേരം എത്തും. ഇപ്പം എത്ര തിരക്കാണെങ്കിലും ഒരിക്കലും നോന്ന് പറയാനോ അവോയ്ഡ് ചെയ്യാനോ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരും ഇങ്ങനെ കാണുകയല്ല. എപ്പോഴും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടും നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാൻ ഇവിടെ ആളുണ്ട്. അത് മമ്മിക്ക് എപ്പോഴും നല്ലൊരു ആശ്വാസമാണ്. അത് ഓർക്കുമ്പം ഇവിടെ നമ്മുടെ ഫാമിലി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരും കൂടെ ഇല്ല എന്നുള്ളൊരു സങ്കടം ഒരിക്കലും തോന്നാറില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്യൂട്ടിയുടെ സമയത്താണെങ്കിലും ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ മമ്മിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ഹെൽപ്ഫുള്ളാണെന്നറിയുമോ. അവിടെ ചേച്ചിമാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം മമ്മിക്ക് വയ്യാന്ന് തോന്നുക, മമ്മിക്കൊന്ന് ഇരിക്കണമെന്ന് തോന്നുവാണെങ്കിൽ തന്നെ എല്ലാവരും ഓടി വരും. അയ്യോ എന്ത് പറ്റി, ഓക്കെ ആണോ, എന്തെങ്കിലും സഹായം വേണോ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ച്. ഇപ്പം ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുവാണെങ്കിൽ തന്നെ നമുക്കത് ശരിക്കും അത് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് മനസ്സിന് തന്നെ
ഇപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്ട്രെസ് ഇല്ലാതാവും. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രഗ്നൻസി പീരീഡിൽ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്ത് ഇവരെ എല്ലാവരെയും എനിക്ക് ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. അവരോട് എനിക്ക് പ്രത്യേകം നന്ദിയും പറയാനുണ്ട്. ഇപ്പം കൊഹോട്ടാണെങ്കിലും ഇപ്പം എൻ്റെ വാർഡിലെ ആൾക്കാരാണെങ്കിലും എല്ലാവരും, അവരോട് എനിക്ക് നേരിട്ട് പറയാൻ ചിലപ്പം എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പം പറ്റുമെന്ന് വരത്തില്ല. പക്ഷേ ഞാൻ റിയലി അവരോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അവരോട് ഒരു ആവശ്യവും ചോദിക്കാതെ തന്നെ നമ്മളെ മനസ്സിലാക്കി ഇങ്ങോട്ട് വന്ന് സഹായിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടണമെന്നില്ല. മമ്മിക്ക് അറിയില്ല കേട്ടോ, കൊച്ചു ബോയ് ആണോ ഗേൾ ആണോ ഇതെന്താണെന്ന് മമ്മിക്ക് അറിയില്ല. പക്ഷേ കുഞ്ഞിനെ സ്കാൻ ചെയ്ത് ഒരു ആൻറ്റി ഇല്ലായിരുന്നോ, ആ പുള്ളിക്കാരി ഒരു എൻവലപ്പിനകത്ത് ബോയ് ആണോ ഗേൾ ആണോ എന്ന് എഴുതി അത് ക്ലോസ് ചെയ്ത് മമ്മിക്ക് തന്നിട്ടുണ്ട്. അത് മമ്മി പാത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഈഗർലി വെയിറ്റിങ്ങാണ്. പൊന്നുവാണെങ്കിലും പപ്പയാണെങ്കിലും മാമയാണെങ്കിലും അവർക്ക് അറിയാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് മമ്മി അതെടുത്ത് പാത്ത് വെച്ചു. ഇനി അവരെങ്ങാനും അത് പൊട്ടിച്ച് വായിച്ചാലോ സസ്പെൻസ് പൊളിഞ്ഞു പോകത്തില്ലേ. അന്നേരം അടുത്തതായിട്ട് നമുക്കൊരു ജെൻഡർ റിവീൽ നടത്തണം. എന്നിട്ട് അന്ന് വേണം നമുക്കിത് പൊട്ടിച്ച് എല്ലാവരും അറിയും. അന്നേരം മമ്മി പോലും അറിയുന്നത് കേട്ടോ. അതുവരെ നമുക്കിത് ക്ലോസ് ചെയ്ത് ആരോടും പറയാതെ സീക്രട്ടായിട്ട് വെക്കാം. പക്ഷെ ആരായാലും ഇപ്പം ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും മമ്മിയും പപ്പയും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഈ കൊച്ചിനെ കാണാൻ കൊതിയായിട്ട് വയ്യ. മമ്മി മാത്രമല്ല കേട്ടോ, പപ്പയും മാമയും പൊന്നും എല്ലാവരും ഭയങ്കര വെയിറ്റിങ്ങാണ് കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഉടനെ തിയേറ്ററിൽ വെച്ച് കാണാം കേട്ടോ. ah